നമസ്കാരം, ഞാൻ ബാബു പി എം. KNK ഇൻഷുറൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് പ്ലസ് എന്ന പ്ലാനിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പ്ലാൻ എടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ഷെയർ മാർക്കറ്റിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് ബിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി പോളിസി ഹോൾഡേഴ്സിൻ്റെ തന്നെയാണ്. ഇതൊരു കോംബോ പ്ലാൻ ആണ്. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഗ്രോത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഷുറൻസ് കവറേജും കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. മറ്റ് ഹൈലൈറ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂണിറ്റ് ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ്. നമുക്ക് മിനിമം 2500 തൊട്ട് ഈ ഒരു പ്ലാനിൽ ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം നിഫ്റ്റി 50-ലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിഫ്റ്റി 100-ലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ഉണ്ട്. ഗ്യാരണ്ടീഡ് അഡീഷൻസിനെ കുറിച്ചുള്ള ചാർട്ടുകൾ ഞാൻ മുന്നിട്ട് പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്വിച്ചിങ് ഫണ്ട്സ്, നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ മുന്നോട്ട് പറയുന്നതായിരിക്കും. ഇനി ഗ്യാരണ്ടീഡ് അഡീഷൻസിനെ കുറിച്ച് പറഞ്ഞില്ല. എന്താണ് ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം, ഇയർലി പ്രീമിയം 48,000-ന് താഴെ ആണ് എങ്കിൽ നമുക്ക് 6ാമത്തെ വർഷം 3% ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്നതായിരിക്കും. ഈ 48,000-ൻ്റെ 48,000 എങ്കിൽ അതിൻ്റെ 3%. ഇനി 10ാമത്തെ വർഷം 6%, 15ാമത്തെ വർഷം 12%. ഈ ചാർട്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കാം. ഇനി 48,000-ന് മുകളിലോട്ട് ആണ് എങ്കിൽ 6ാമത്തെ വർഷം 5% ആയിരിക്കും, 10ാമത്തെ വർഷം 10% ആയിരിക്കും, 15ാമത്തെ വർഷം 20% ആയിരിക്കും, 20ാമത്തെ വർഷം 25 ആയിരിക്കും, 25ാമത്തെ വർഷം 30% കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇയർലി പ്രീമിയം 36,000 വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 6ാമത്തെ വർഷം എത്ര കിട്ടുന്നു? അതായത് 1,080. 10ാമത്തെ വർഷം 2,160 രൂപ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്നുണ്ട്. 15ാമത്തെ വർഷം 4,320 കിട്ടുന്നുണ്ട്. താഴോട്ട് നോക്കാം. ഇനി അതായത് 48,000-ന് മുകളിൽ ഞാനിവിടെ ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത് 1,80,000 ആണ്. അതായത് മന്ത്ലി 10,000 വെച്ച് കൊടുക്കുന്ന വ്യക്തികൾക്ക് എത്ര ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 6ാമത്തെ വർഷം 9,000 കിട്ടുന്നു, 10ാമത്തെ വർഷം 18,000 കിട്ടുന്നു, 15ാമത്തെ വർഷം 36,000 കിട്ടുന്നു, 20ാമത്തെ വർഷം 45,000 കിട്ടുന്നു, 25ാമത്തെ വർഷം 54,000 കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഗ്യാരണ്ടീഡ് അഡീഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് ഇല്ല. അതുപോലെ തന്നെ അതിനകത്ത് റിസ്ക് കവറേജ് ഇല്ല. ഇപ്പം നോർമലായിട്ട് റിസ്ക് കവറേജ് ഉള്ളപ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൽ നിന്നും റിസ്ക് കവറേജ് പ്രീമിയം നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും, ഡിഡക്ട് ചെയ്തിട്ട് ശേഷമാണ് ബാക്കി പ്രീമിയം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഈ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇൻഷുറൻസ് കവറേജിൻ്റെ പ്രീമിയം അവരെ ഡിഡക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നോർമലായിട്ട് കുറച്ച് യൂണിറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും മച്യൂരിറ്റി വാല്യൂവിൻ്റെ സമയത്ത് കൂടുതൽ യുലിപ്പിനേക്കാളും കൂടുതൽ കിട്ടണമെന്ന് നിർബന്ധമില്ല, പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ കുറച്ച് യൂണിറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിരുന്നാലും ബാക്കി ഫണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ, ഫണ്ട് മാനേജറുടെ കഴിവ് എങ്ങനെയാണോ, ഇതിൽ നിന്നെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും മച്യൂരിറ്റി വാല്യൂ കിട്ടുന്നത്. എന്നാൽ LIC ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് പ്ലസ് എടുക്കുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഗ്യാരണ്ടീഡ് അഡീഷൻസ്, അതായത് 6ാമത്തെ വർഷം 10ാമത്തെ വർഷം 15, 20, 25ാമത്തെ വർഷം കിട്ടുന്ന ഗ്യാരണ്ടീഡ് അഡീഷൻസ് എഗെയിൻ എക്സ്ട്രാ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. തന്നെയുമല്ല, നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ ഇൻഷുറൻസ് കവറേജിനേക്കാളും കൂടിയ ഒരു വാല്യൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി, ഇൻഷുറൻസ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൽ നിന്ന് ആ ഒരു തുക ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൂടാതെ ഇനി അങ്ങനെ എന്തെങ്കിലും ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മച്യൂരിറ്റി സമയത്ത് തിരിച്ച് തരുന്നതായിരിക്കും ആ ഒരു ഇത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ടേം പ്ലാൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ 20 വർഷം 25 വർഷത്തെ ടേം പ്ലാൻ എടുക്കും, നമ്മൾ 25 വർഷത്തെ കൊടുക്കുന്നു. ഡെത്ത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവിടെ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം, ഇൻഷുറൻസ് കവറേജിന് വേണ്ടി കൊടുക്കുന്ന പ്രീമിയം മച്യൂരിറ്റി സമയത്ത് തിരിച്ച് കിട്ടുന്നുമുണ്ട്. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമുക്ക് ടോട്ടൽ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 36,000 വെച്ചാണ് കൊടുത്തതെങ്കിൽ നമുക്ക് മൊത്തം 19,440 രൂപ കിട്ടുന്നുണ്ട്.
ഇവിടെ 1,80,000 വെച്ചാണെങ്കിൽ 1,26,000 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു കൂട്ടലും കുറയ്ക്കലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷത്തിൽ വലിയൊരു ചാർജസ് ഇതിനകത്ത് വരുന്നില്ല. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാഹ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ പ്രീമിയം എത്രയാണ് പോകുന്നത്, 36,000 വെച്ച് പ്രീമിയം പോകുമ്പോൾ ടോട്ടൽ പ്രീമിയം 25 വർഷത്തേക്കുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 9 ലക്ഷം നമുക്ക് പ്രീമിയം പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ റിട്ടേൺസ് എത്രയാണ്, 50,106,660 രൂപ നമുക്ക് ടോട്ടൽ അപ്രോക്സിമേറ്റ് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇവിടെ 12, 3, 30, അതായത് 3,000 രൂപ മാസം തോറും ഇട്ട് കഴിഞ്ഞാലും നമുക്ക് 50 ലക്ഷത്തി അപ്രോക്സിമേറ്റ് ഇന്നത്തെ റേറ്റ് എന്താണോ അത് വെച്ചാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അതായത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 11/9/2025 നോക്കിയപ്പോൾ ഉള്ള കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഇത്. 13.14 ആണ് അന്നത്തെ റേറ്റ്. ഇതിലും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, കുറവ് കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ കിട്ടിയ നല്ല കാര്യം. ഈ ഒരു പ്ലാൻ തുടങ്ങിയത് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ 2024 അപ്പോൾ ഒത്തിരി നാളൊന്നും ആയില്ല. അപ്പോൾ മുന്നോട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കാൻ സാധ്യതയുള്ള എന്ന ഒരു വിശ്വാസത്തോടെയാണ് ഞാനിതിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഇവിടെ കാണിക്കുന്നത്. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് 10% തന്നിരിക്കുന്നത്, അതായത് 3,60,000. ഇനി ഞാൻ പറഞ്ഞല്ലോ 1,80,000 വെച്ച് പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രീമിയം 45 ലക്ഷത്തോളം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഇന്നത്തെ 11-ാം തീയതിയിലത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2,65,30,298 രൂപ നമുക്ക് ടോട്ടൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. 13.14 വെച്ച് കിട്ടിയെന്നാൽ ഇവിടെ നമുക്ക് 18 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനുമുണ്ട്. അപ്പം ഇതൊരു ഈ മ്യൂച്വൽ ഫണ്ടും ഇത് തമ്മിൽ കമ്പാരിസൺ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതിനെ രണ്ടിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. മ്യൂച്വൽ ഫണ്ടിലാകുമ്പോഴത്തേക്ക് നെറ്റിലടിച്ച് നോക്കിക്കുകയാണെങ്കിൽ എൻ്റെ 60 to 70% ഇത് സ്റ്റോപ്പേജ് റേഷ്യോ വരുന്നുണ്ട്. എന്നാൽ യൂണിറ്റ് പ്ലാനുകളിൽ അത്രയും നമുക്ക് കാണുന്നില്ല, അങ്ങനെ സാധാരണയായിട്ട് സംഭവിക്കാറില്ല. കാരണം ഇതിൻ്റെ പ്രീമിയം തുടക്കത്തിൽ തന്നെ 2,500 വെച്ചാണ്. വെറുതെ ആരും പൈസ കളയാൻ വരുന്നില്ല. ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ശേഷിയുള്ളവർ തന്നെയാണ് ഇതിനകത്ത് വരുന്നതും. മ്യൂച്വൽ ഫണ്ടിനകത്ത് 500 രൂപ 600 രൂപ വെച്ച് നമുക്ക് തുടക്കിടാൻ സാധിക്കുന്നതായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വരുന്ന ടീമുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ലാസ്റ്റ് വരെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കായിരിക്കും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ ചെറുപ്പക്കാർ കാണാറുണ്ട്. അതായത് നമുക്കൊരു പ്ലാനിങ്ങിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കവറേജ് വേണം. തുടക്കത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു എമർജൻസി ഫണ്ടും വേണം. ഇതൊന്നുമില്ലാതെ ചാടി ഓടി കയറി അവിടുന്ന് പരസ്യം എല്ലാം കണ്ടതിന് ശേഷം തുടക്കത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ തുടക്കം ഇടും. മ്യൂച്വൽ ഫണ്ട് തുടക്കം ഇട്ട് കഴിയുമ്പോഴത്തേക്കായിരിക്കും 2ാമത്തെ വർഷം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുന്നത്. അവിടെ ഒരു മെഡിക്കൽ ക്ലെയിമോ പോളിസികളോ പ്ലാനുകളോ ഒന്നുമില്ല. അപ്പം ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവോ അതോ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രീമിയം അടയ്ക്കാൻ പോകും. അതിൻ്റെ റീസൺ എന്താ, നല്ലൊരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത വ്യക്തികൾക്കാണ് അങ്ങനെ പറ്റുന്നത്. നോർമലായിട്ട് ഒന്ന് പരീക്ഷിച്ച് കളയുമെന്ന് തുടങ്ങി വരുന്ന വ്യക്തികളുടെ മക്കളാണ് മിക്കവാറും ഇത് മുടങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടൊക്കെ തുടങ്ങാനായിട്ട്. അതർവൈസ് അതൊരു ലാസ്റ്റായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ചാർജസിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മോർട്ടാലിറ്റി ചാർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ലെവി ഡെറ്റിൽ പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് വാല്യൂ ഈസ് ലെസ് ദാൻ ബേസിക് സം അഷ്വേർഡ് പറഞ്ഞു കഴിഞ്ഞു. റിട്ടേൺ പറഞ്ഞാണ്. LIC റിട്ടേൺസ് ദ മോർട്ടാലിറ്റി ചാർജസ് അറ്റ് മച്യൂരിറ്റി ടൈം ഡിഡക്ട് ചെയ്ത പ്രീമിയം എന്താണ് അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം. പിന്നെ ഗ്യാരണ്ടി അഡീഷൻസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിനകത്ത് നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ വരുന്നുണ്ട്. പാർഷ്യൽ വിഡ്രോവൽ അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ അത് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 വർഷം വരെ ലോക്കിംഗ് പീരീഡ് ആണ്. അത് നമ്മൾ ഓർത്തിരുന്നോണം. പിന്നെ തന്നെയല്ല, പാർഷ്യൽ വിഡ്രോവലിനെ കുറിച്ച് പറയുമ്പോൾ 18 വയസ്സിന് മുകളിൽ പോളിസി ഹോൾഡേഴ്സിന് വയസ്സാണെങ്കിൽ മാത്രമേ ഈ പാർഷ്യൽ വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലിജിബിൾ ക്വാളിറ്റി ആർക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോ പറയുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയിപ്പോവും. അത്യാവശ്യം ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പിന്നീട് സെപ്പറേറ്റ് വീഡിയോ ഇടാം.
അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ഒരു പ്ലാൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് വിവരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ആറാമത്തെ വർഷം തൊട്ട് ആറാമത്തെ വർഷത്തിനും 10ാമത്തെ വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് യൂണിറ്റ് ഫണ്ട് വാല്യൂവിൻ്റെ 20% എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 11നും 15നും ഇടയിലാണെങ്കിൽ 25% എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 16നും 20നും ഇടയ്ക്കാണെങ്കിൽ ഈ 30% എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പാർഷ്യൽ വിഡ്രോവലിൻ്റെ ഗുണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ പ്രീമിയം നിങ്ങൾക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നു എന്ന് കരുതുക. ഇതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്തിട്ട് ആ പ്രീമിയം അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ്. മറ്റ് സാധാരണ ട്രഡീഷണൽ പ്ലാനുകളിൽ ലോണാണ് നമുക്ക് കിട്ടുന്നത്. ലോൺ എടുത്തും പോളിസിയുടെ പ്രീമിയം അടയ്ക്കുന്ന വ്യക്തികളുണ്ട്. പിന്നീട് അത് മുന്നോട്ട് ലോൺ എടുക്കുന്ന എമൗണ്ട് പിന്നെ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതിനെ പാർഷ്യൽ വിഡ്രോൾ ചെയ്യുമ്പോൾ അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെ എടുക്കാം. മുടങ്ങിപ്പോകാനുള്ള ഫണ്ട് അല്ല, ഈ ഒരു പ്ലാൻ മുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ ഒരു പൈസയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പ്രീമിയം അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ ഇതുപോലെ പാർഷ്യൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫണ്ട് ഈ ഒരു പ്ലാൻ മുടങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പാർഷ്യൽ വിഡ്രോവൽ ഫെസിലിറ്റി ഉള്ളത് ഗ്രോത്തിനെ ചെറുതായിട്ടൊന്ന് അഫക്റ്റ് ചെയ്തേക്കാം. എന്നിരുന്നാലും പോളിസി മുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതൊരു പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ കരുതുക. ഞാൻ പറഞ്ഞല്ലോ 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണ്. ഏതൊരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. തന്നെയുമല്ല, നമ്മൾ പോളിസി ഹോൾഡർ വുഡ് നോട്ട് ടേക്ക് ഔട്ട് മണി ഇൻ ഫിയർ. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഈ വർഷം ഇട്ടു, അടുത്ത വർഷം മാർക്കറ്റിൽ നിന്ന് ക്രാഷായി, സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകാരൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്ത് പോകാറുണ്ട്. എന്നാൽ യുലിപ്പിനകത്ത് ആ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോകും. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റ് നോർമലാകും. നമ്മളിട്ട എമൗണ്ടിനൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള മിനിമം ടൈം എന്ന് പറയുന്നത് 10 വർഷം മുതൽ 25 വർഷം വരെയാണ്. 10 വർഷം മുതൽ 25 വർഷം വരെയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലോട്ട് തന്നെ ഇടണം. അതായത് ഷോർട്ട് ടൈമിലോട്ട് നമുക്കൊന്നും നേടാൻ സാധ്യതയില്ല. ഷോർട്ട് ടൈം കൺസെപ്റ്റോടുകൂടി വരുന്നവർ ഇത്തരത്തിൽ ഫണ്ടുകൾ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ലോങ് ടൈം അതായത് ഷെയർ മാർക്കറ്റ് നിഫ്റ്റിയും സെൻസെക്സൊക്കെ ചാർട്ട് എടുത്ത് നോക്കിയോ, ലോങ് ടൈമിലോട്ടാണ് നമ്മൾ എപ്പോഴും ഗ്രോത്ത് കിട്ടുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ആ ഡൗൺ ആകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പോളിസി ഷോർട്ട് ടൈമിൻ്റെ മച്യൂർ ആകുന്നതെങ്കിൽ 5 വർഷത്തേക്ക് എടുത്ത് 6 വർഷത്തേക്ക് എടുക്കുക. 6ാമത്തെ വർഷം മാർക്കറ്റ് ക്രാഷ് ആകുവാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയതല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോങ് ടൈമിലോട്ട് എടുക്കാൻ ശേഷിയുള്ള വ്യക്തികൾ മാത്രം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തൊരു റിസ്ക് സംഭവിക്കുകയാണെങ്കിൽ ഇൻഡസ് പ്ലസ് എന്ന ഫണ്ടിൽ ഹയർ ഓഫ് സം അഷ്വേർഡ് ഓർ NAV ഈസ് പെയ്ഡ്, ഏതാണോ കൂടുതൽ ആയിട്ടുള്ളത് അത് നൽകുന്നതായിരിക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ NAV മാത്രമാണ് കിട്ടുന്നത്. റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലാകാൻ സാധ്യതയുണ്ട്, കുറവാകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലൂ തരുന്നതിന് വേണ്ടി യുലിപ്പ് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. വെൽത്ത് ക്രിയേഷൻ വിത്ത് ഇൻഷുറൻസ് സപ്പോർട്ട്. ഇൻഷുറൻസ് സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്. ഓൺലി വെൽത്ത് ക്രിയേഷൻ. ഇതിനകത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ടും വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ നീഡ് എന്താണ്, അതനുസരിച്ച് ചെയ്യാനേ പറയത്തുള്ളൂ. ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഇൻ കേസ് ദ പോളിസി ഹോൾഡേഴ്സ് ഡിമൈസ്, the nominee gets the sum assured or fund value whichever is higher. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സം അഷ്വേർഡ് ആണോ കൂടുതലെങ്കിൽ അത് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ NAV ആണ് കൂടുതലെങ്കിൽ അത് കിട്ടുന്നതായിരിക്കും. ഏതാണോ കൂടുതൽ അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ്, നോമിനി ഗെറ്റ്സ് ഓൺലി ദ ഫണ്ട് വാല്യൂ മാത്രമായിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് യുലിപ്പിനകത്ത് ഫണ്ട് സ്വിച്ചിങ് ഈസ് അലൗഡ് 4 times per annum വിതൗട്ട് എനി ടാക്സ് ഇംപ്ലിക്കേഷൻസ്. 4 തവണ നമുക്ക് പൈസ പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വിച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനകത്ത് സ്വിച്ചിങ് ഈസ് അലൗഡ് ഓൺലി ബൈ റിഡീമിങ് വൺ ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ അനദർ വിത്ത് ടാക്സ് റൂൾസ്. ഇതിനകത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അത് നമ്മൾ റിഡീം ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ അതിനകത്ത് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി യുലിപ്പിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിൾ ഫോർ ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 80C ആൻഡ് അണ്ടർ സെക്ഷൻ 1010D. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു.
ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ടിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംഷൻ ഓൺലി ഫോർ ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അണ്ടർ സെക്ഷൻ 1010D. ഇവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, യുലിപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആനുവൽ പ്രീമിയത്തിൻ്റെ 10 ടൈംസ് നമുക്ക് റിസ്ക് കവറേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുലിപ്പിനകത്ത് കിട്ടുന്ന മച്യൂരിറ്റി വാല്യൂവിന് നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനകത്ത് നമ്മൾക്ക് കിട്ടുന്ന മച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അതിനകത്ത് കൊടുത്തില്ല, ആ കിട്ടുന്ന മച്യൂരിറ്റി വാല്യൂവിന് അതിന് പ്രോഫിറ്റ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എവിടെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും, എവിടെയാണ് കുറവ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യുലിപ്പിനകത്ത് നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, മ്യൂച്വൽ ഫണ്ടിനകത്ത് കൊടുക്കുന്നു. ഈ മ്യൂച്വൽ ഫണ്ടിനകത്ത് തുടക്കത്തിൽ കുറച്ച് യൂണിറ്റ്സ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും യുലിപ്പിനകത്ത് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ഉള്ളതുകൊണ്ട് എഗെയിൻ വീണ്ടും നമുക്ക് ആ പൈസ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പിന്നെ നമ്മൾ നോക്കേണ്ട എന്താണ്, നല്ല കമ്പനി ഏതാണ്, നല്ല ഫണ്ട് മാനേജേഴ്സ് ഏതാണ്, വിശ്വാസയോഗ്യമുള്ള കമ്പനി ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും പറയാനുണ്ട്. അടുത്ത തവണ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും യുലിപ്പിനെ കുറിച്ച് തന്നെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ പ്രസൻറ്റേഷൻ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തെങ്കിലും ക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ക്വയറി ചെയ്യുക, അതനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.